വമ്പൻ വിലക്കുറവിൽ ഇഷ്ടമുള്ള സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ തിരഞ്ഞെടുക്കാവുന്ന ഒരു ഷോറൂമാണിത്. പുതിയതും പഴയതുമായ സ്കൂട്ടറുകളും ബൈക്കുകളും നിരനിരയായി കാണുമ്പോൾ ആദ്യമാരും അങ്ങനെയൊന്ന് തെറ്റിദ്ധരിച്ചു പോകും. എന്നാൽ ഇതൊരു ബൈക്ക് വിൽപ്പന കേന്ദ്രമല്ല. പുനലൂർ KSRTC ഡിപ്പോയിൽ യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രമായി നിർമ്മിച്ച സ്ഥലമാണിത്. ഈ സ്ഥലം കവർന്നിരിക്കുന്നത് പുനലൂർ KSRTC ഡിപ്പോയിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും തന്നെയാണ്. യാത്രക്കാർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്താണ് ജീവനക്കാർ ഇപ്പോൾ വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. MP അച്യുതനും KN ബാലഗോപാലും രാജ്യസഭാ MPമാരായിരുന്നപ്പോൾ ഇരുവരുടെയും ഫണ്ടിൽ നിന്ന് 2 തവണയായി അനുവദിക്കപ്പെട്ട 15 ലക്ഷം വീതം ചേർത്ത് മൊത്തം 30 ലക്ഷം രൂപ വിനിയോഗിച്ച് യാത്രക്കാർക്കായി നിർമ്മിച്ച കെട്ടിടമാണിത്. അവിടെയാണ് ജീവനക്കാരും ഉദ്യോഗസ്ഥരും അവരുടെ വാഹനങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടമാക്കി കൈയേറിയത്. യാത്രക്കാർ മഴയും വെയിലുമേറ്റ് KSRTC ബസ്സുകൾക്ക് മുന്നിൽ ഓടിക്കളിക്കുമ്പോഴാണ് ജീവനക്കാരുടെ വാഹനങ്ങൾക്ക് ചെലവില്ലാത്ത എന്നാൽ സുരക്ഷിതമായ ലക്ഷങ്ങളുടെ വിലയുള്ള കയ്യേറ്റ പാർക്കിംഗ് സംവിധാനം ലഭിച്ചത്. നാളുകളായി തുടരുന്ന ഈ അന്യായമായ കയ്യേറ്റം കണ്ടിട്ടും രാഷ്ട്രീയ പാർട്ടികളോ യുവജന പ്രസ്ഥാനങ്ങളോ അരുതെന്ന് പറയുകയോ ഇതിനെതിരെ പ്രതിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ്സുകൾക്ക് മുന്നിൽ അപകടത്തിൽപ്പെടാതെ പലപ്പോഴും തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടു പോകുന്ന സ്ഥലത്താണ് ഈ അന്യായം. യാത്രക്കാരുടെ കവർന്നെടുത്ത സ്ഥലം വിട്ടു നൽകി ജീവനക്കാരുടെ വാഹന പാർക്കിംഗ് മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്നാണ് ആവശ്യം. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.